നമ്മൾക്കറിയാം തൃശ്ശൂരിൽ തൃപ്രയാറിൽ വാഹനാപകടം ഉണ്ടായി. ഉറങ്ങിക്കിടന്ന നാടോടികൾക്ക് ദേഹത്തൂടെ വണ്ടി കയറി 5 പേർ മരിച്ചു. ആ വാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത തൃശ്ശൂരിലെ തന്നെ മുണ്ടൂരിൽ നിന്ന് വരുന്നു. മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പിന്നിടിച്ച ഒരു അപകടം ഉണ്ടായി. ബസ് ഇടിച്ചതിന് പിന്നാലെ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്നിടിച്ചു. ലോറി ഡ്രൈവർക്ക് അപകടത്തിൽ പരിക്കേറ്റുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. സൂരജ്, ഇന്ന് തൃശ്ശൂരിൽ അപകടത്തിൻ്റെ ദിവസം തന്നെയാണോ? അതാണ് തുടർച്ചയായി ഈ അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിലയിലേക്ക് തൃശ്ശൂർ മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും മുണ്ടൂരിലാണ് ഇപ്പോൾ രണ്ടാമത്തെ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുണ്ടൂരിൽ നിന്ന് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിൽ പഞ്ഞമൂല എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു പ്രധാന ജംഗ്ഷനാണ്, അവിടെ വച്ചാണ് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ ബസ് ഈ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൻ്റെ പിൻഭാഗം ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഈ ഡ്രൈവർ പെട്ടെന്ന് ലോറി വെട്ടിച്ചു. പിന്നീട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും അതിനുശേഷം തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു. ഈ കിണറിൻ്റെ കൈവരിയിൽ ഇടിച്ചാണ് പിന്നീട് ഈ ലോറി നിന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ലോറി ഡ്രൈവർ ആയിരുന്ന സിം ജോക്ക് എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ലോറിയിൽ ആ സമയം 6 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി ലോറിയിലുണ്ടായിരുന്ന ഒറീസ സ്വദേശികളാണ് ഈ ലോറിയിലുണ്ടായിരുന്നത്. അവർക്കാരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സ്കൂൾ ബസ്സും ലോറിയും നിലവിൽ അവിടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ഈ പേരാമംഗലം പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.